മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാരികയിലൂടെ സൂപ്പർ ഹിറ്റായ ഭ്രമം നോവലിൻ്റെ 15 അധ്യായങ്ങൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കേട്ട് ആസ്വദിക്കുമല്ലോ. നോവൽ തുടരുന്നു. അവിചാരിതം. മൃദുലയ്ക്കുള്ള ലെറ്റർ വിനയൻ മാഷ് എഴുതി തീർന്നു. കടലാസ് എടുത്ത് അയാൾ വായിച്ചു നോക്കി. നീയും മഹിയും തമ്മിലുള്ള അവഹിത ബന്ധം ജയരാമൻ തിരിച്ചു വന്ന ദിവസം തന്നെ മനസ്സിലാക്കി. അതറിഞ്ഞതായി ഭാവിക്കാതെ ജയരാമൻ ഇത്രയും കാലം കഴിച്ചുകൂട്ടിയത് അവന്റെ സമ്പാദ്യം മുഴുവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയായിരുന്നു. ഗൾഫിൽ വെച്ച് ചിട്ടി നടത്തി പൊളിഞ്ഞെന്ന് പറഞ്ഞത് കള്ളമാണ്. അമ്മുവിന്റെ കാമുകൻ സഞ്ജുവിന്റെ തിരക്കഥയായിരുന്നു എല്ലാം. ജയരാമൻ എല്ലാം തിരിച്ചു പിടിച്ചു. അച്ഛനും മകളും അകൽച്ചയിലാണെന്ന നിന്റെ ധാരണ തെറ്റാണ്. ഇനിയുള്ളത് നിന്റെയും മഹിയുടെയും രഹസ്യബന്ധം പുറം ലോകത്തെ അറിയിക്കുകയാണ്. അതിനുവേണ്ടിയാണ് അമ്മു മുന്നിട്ടിറങ്ങി വിവാഹ നിശ്ചയ നാടകം അരങ്ങേറാൻ പോകുന്നത്. മറ്റന്നാൾ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടാൻ പോകുന്നത് നീയും മഹിയുമാണ്. പിഴച്ചവളായി ലോകം നിന്നെ മുദ്രകുത്തും. ഇനി ഒരു ദിവസം കൂടി മാത്രം. നീ എന്നെ ഒഴിവാക്കിയെങ്കിലും നിന്നെ ചതിക്കാൻ എനിക്കൊരു മനസ്സില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിവരം അറിയിക്കുന്നത്. എത്രയും വേഗം നീ മഹിയെ വിവരം അറിയിക്കണം. ഇനി വലിയൊരു സത്യം കൂടി ഞാൻ പറയാം. ജയരാമന് ഒരു ലോട്ടറിയും അടിച്ചിട്ടില്ല. അതും സഞ്ജുവിന്റെ ബുദ്ധിയിൽ ഉദിച്ച പദ്ധതിയാണ്. നിന്നെ പുറന്തള്ളി മക്കളുമായി ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കാനാ അവന്റെ പ്ലാൻ. ഒപ്പം ദേവി പാർവതിയും ഉണ്ടാകും. ഉന്മാദിയെപ്പോലെ വിനയൻ മാഷ് അടുത്ത പേജ് മറിച്ചു. വിവാഹ നിശ്ചയത്തിന് മഹി വരാതിരുന്നാൽ ജയരാമന്റെയും അമ്മുവിന്റെയും നീക്കം പൊളിയും. നിന്നെയും അവനെയും ചേർത്ത് ജയരാമന് അപവാദം പറയാനും പറ്റാതാകും. അമ്മയുമായി അവിശുദ്ധ ബന്ധം പുലർത്തിയവനുമായി മക്കളുടെ വിവാഹ നിശ്ചയത്തിന് മുതിർന്ന ജയരാമന്റെ മുഖത്ത് ആളുകൾ കാർക്കിച്ചു തുപ്പും. നിനക്കൊന്നും സംഭവിക്കില്ല മൃദുലേ. നീയും മഹിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളല്ലാതെ മറ്റൊന്നിനും ജയരാമന്റെ കയ്യിൽ തെളിവില്ല. അവന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ ജയരാമന് കഴിയില്ല. മഹി മകൾക്ക് വേണ്ടി പറഞ്ഞു വെച്ച പയ്യൻ എന്ന നിലപാടിൽ നീ ഉറച്ചു നിന്നാൽ മതി. ദേവി പാർവതിക്ക് വേണ്ടിയാണ് ജയരാമൻ നിന്നെപ്പറ്റി അപവാദം പറയുന്നതെന്നും തിരിച്ചടിക്കണം. നേരിൽ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു ലെറ്റർ കൈമാറുന്നത്. ഉടൻ മഹിയെ വിളിച്ച് എന്നെ വന്ന് കാണാൻ പറയുക. എന്തിനും നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്. നീ എന്നും എൻ്റെ സ്വപ്നമാണ്. വിനയൻ മാഷ് ചിരിയോടെ കടലാസുകൾ 4 മടക്കി പോക്കറ്റിൽ താഴ്ത്തി വെച്ചു. ഇന്ന് നാളെയുമായി ഈ ലെറ്റർ മൃദുലയുടെ കയ്യിലെത്തിക്കാനുള്ള പരിശ്രമമാണ് വേണ്ടത്. അതിൽ പരാജയപ്പെട്ടാൽ മനസ്സനുവദിക്കുന്ന കാര്യമല്ലെങ്കിലും മഹിയെ കാണണം. വിനയൻ മാഷ് മുറിയിൽ നിന്നിറങ്ങി പുറത്തു വന്നു. ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. പൂമുഖത്തെ ലൈറ്റിട്ട ശേഷം അയാൾ വാതിലടച്ചു പൂട്ടി താക്കോൽ തൂണിന് മുകളിൽ വെച്ചു. മുറ്റത്തിറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു വാഹനത്തിന്റെ വെളിച്ചം വീടിന് നേരെ വന്നു. കയറി വന്നത് ജയരാമന്റെ ബൈക്കായിരുന്നു. വിനയൻ മാഷിന് കടുത്ത നിരാശ തോന്നി. ബൈക്കിൽ നിന്ന് ജയരാമൻ ഇറങ്ങി. തൂക്കിയിട്ട ഒരു കവറും എടുത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ ജയരാമൻ പൂമുഖത്ത് കയറി. നീ എവിടേക്കോ പോകാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ജയരാമൻ കവർ ചാരുപടിയിൽ വെച്ചപ്പോൾ അതിനുള്ളിലെ കുപ്പികൾ തമ്മിൽ ഉരസി ശബ്ദമുണ്ടായി. ഒന്ന് ടൗൺ വരെ പോകാന്ന് വെച്ചു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. സാധനം ഞാൻ കൊണ്ടുവന്നു. ജയരാമൻ കവറിനുള്ളിൽ നിന്ന് OMRന്റെ 2 ഹാഫ് ബോട്ടിൽ എടുത്ത് ടീപ്പോയിൽ വെച്ചു. അതിന്റെ കൂടെ ഭക്ഷണപ്പൊതികളും ഉണ്ടായിരുന്നു. നീ ചെന്ന് ഗ്ലാസും വെള്ളവും കൊണ്ടുവാ. സോഡ 1.5 ലിറ്ററേ ഉള്ളൂ. ജയരാമൻ കസേര വലിച്ചിട്ടിരുന്നു. നിന്റെ മുന്നിൽ വെച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദേവിയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ശുഭകരമായ വാർത്തയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ മോഹിച്ചത് സാക്ഷാത്കരിക്കാൻ പോകുന്നു. വിനയൻ മാഷിന്റെ നെറ്റി ചുളിഞ്ഞു. നീ ഗ്ലാസുകളും വെള്ളവും കൊണ്ടുവാ. കീ എടുത്ത് വാതിൽ തുറന്ന് വിനയൻ മാഷ് അകത്തേക്ക് പോയി. ജയരാമൻ ഗൂഢമായെന്ന് ചിരിച്ചു. കൂടെ നിന്ന് ചതിച്ചവനാ നീ. നാളെ ഒരു പകലും രാത്രിയും കഴിയുന്നതുവരെ നിന്നെ എനിക്ക് ദേവി എന്ന മോഹം തന്ന് കൂടെ നിർത്തണം. അല്ലെങ്കിൽ ജയരാമൻ വീണ്ടും ഒരു വിഡ്ഢിയായി പോകും. എല്ലാം ഗോപാൽജിയോടെ ഏറ്റു പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ബുദ്ധി ഉപദേശിച്ചു തന്നത് അദ്ദേഹമാണ്. ഗ്ലാസുകളും ഒരു ജാറിൽ വെള്ളവുമായി വിനയൻ മാഷ് തിരിച്ചു വന്നു. കുപ്പി പൊട്ടിച്ച് ജയരാമൻ തന്നെ ഗ്ലാസുകളിൽ മദ്യമൊഴിച്ചു. അതിൽ സോഡയും വെള്ളവും ചേർത്ത് ഗ്ലാസ് എടുത്ത് വിനയൻ മാഷിന്റെ കയ്യിൽ കൊടുത്തു.
നീ വലിയ സന്തോഷത്തിലാണല്ലോ, ഗ്ലാസ് വാങ്ങിയിട്ട് വിനീൻ മാഷ് പറഞ്ഞു. ജയരാമൻ ഗ്ലാസ് എടുത്ത് കൂട്ടിമുട്ടിച്ച് ചിയേഴ്സ് പറഞ്ഞ് ഒന്ന് സിപ്പ് ചെയ്തു, താഴെ വെച്ചു. ഒറ്റ വലിക്ക് പതിവ് പോലെ വിനീൻ മാഷ് ഗ്ലാസ് കാലിയാക്കി വെച്ചു. അയാളുടെ മുന്നിലേക്ക് ജയരാമൻ നാടൻ ചിക്കൻ പെരട്ട് നീക്കിവെച്ചു. വിനീൻ മാഷ് അതെടുത്ത് കഴിച്ചു. അടുത്തടുത്ത് 2 മംഗളകർമ്മങ്ങളാ നടക്കാൻ പോകുന്നത്. ഒന്ന് എൻ്റെ മകൾ അമ്മുവിൻ്റെ വിവാഹ നിശ്ചയം. അത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ദേവിയുടെയും നിന്റെയും വിവാഹം. വിനീൻ മാഷ് വാ പിളർന്നിരുന്നു. ചിരിയോടെ ജയരാമൻ വിനീൻ മാഷിന്റെ ഗ്ലാസ്സിലേക്ക് കടുപ്പിച്ച് മദ്യം ഒഴിച്ചു. അതിൽ കുറച്ച് സോഡയും ചേർത്തു. നീ മിഴിച്ചിരിക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യമാ. അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു. നിനക്ക് ഞാനൊരു വാക്ക് തന്നു. ആ വാക്കു പാലിക്കേണ്ടത് എന്റെ കടമയല്ലേ? നിന്റെ മനസ്സിലേക്ക് അവളെ കടത്തിവിട്ടിട്ട് ഒഴിഞ്ഞു മാറാൻ എനിക്ക് കഴിയുമോ? അത്ഭുത സ്തബ്ധനായി നിന്ന വിനീൻ മാഷിന്റെ കയ്യിലേക്ക് ജയരാമൻ ഗ്ലാസ് എടുത്തു കൊടുത്തു. നീ കഴിക്ക്. എനിക്ക് നിനക്കും സന്തോഷിക്കേണ്ട ദിവസാ ഇന്ന്. വീട്ടിൽ പോലും കയറാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നോട് ഇക്കാര്യം പറയാനാ. വിനീൻ മാഷ് ഗ്ലാസ് വാങ്ങി. ജയരാമൻ ചിക്കൻ പെരട്ട് ആസ്വദിച്ചു കഴിച്ചു. ദേവിക്കെന്താ പെട്ടെന്നൊരു മനംമാറ്റം വരാൻ കാരണം? വിനീൻ മാഷിന് വിശ്വസിക്കാനായില്ല. അയാൾ അടുത്ത പെഗ് തീർത്തു. ജയരാമൻ വീണ്ടും ഒന്ന് സിപ്പ് ചെയ്തിട്ട് ഗ്ലാസ്സിൽ വെള്ളം ചേർത്തു. വിനീൻ മാഷിന് അടുത്ത പെഗും ഒഴിച്ചു. കഴിക്കുന്ന മദ്യത്തിന്റെ അളവൊന്നും അയാൾ ശ്രദ്ധിച്ചില്ല. ഇതിനെല്ലാം കാരണം അമ്മുവിന്റെ വിവാഹ നിശ്ചയമാണ്. അത് വെച്ചു വേണം ദേവിയെ വീഴ്ത്താനെന്ന് കരുതിയ നിന്നോട് ഇതുവരെ ഞാനത് പറയാതിരുന്നത്. നാടടക്കി ഞാൻ ക്ഷണിച്ചപ്പോൾ നീ അതറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. ജയരാമൻ എന്തേ എന്നോടത് പറയാത്തതെന്ന് നീ ചിന്തിച്ചു കാണും. പയ്യൻ മഹിയാണെന്ന് കേട്ടപ്പോൾ ഞാൻ നിന്നെ മറച്ചുവെച്ച് എന്തിനോ ഉള്ള പുറപ്പാടായി തോന്നിയിട്ടുണ്ടാകും. ശരിയല്ലേ വിനയ? ജയരാമൻ ചോദിച്ചു. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ അത് പിടിപ്പിക്ക്. ഞാൻ നേരത്തെ തുടങ്ങിയതാ. ജയരാമൻ ഇറച്ചി കഷ്ണങ്ങൾ എടുത്ത് നിന്നപ്പോൾ വിനീൻ മാഷ് മദ്യം കഴിച്ചു. എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കാതെ നീ പറ, എന്താ നിന്റെ ഉള്ളിലിരിപ്പ്? നാട്ടുകാരെ വിളിച്ചുകൂട്ടി എല്ലാം വിളിച്ചു പറയാനോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷേ നിന്റെ അതേ സംശയം ദേവിക്കുമുണ്ടായി. അതിൽ പിടിച്ച നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ജയരാമൻ അടുത്ത കുപ്പി പൊട്ടിച്ചു. ലഹരി കയറിയ ശിരസ്സുമായി വിനീൻ മാഷ് ഇരുന്നു. വിവാഹ നിശ്ചയ ദിവസം മഹിയും മൃദുലയും തമ്മിലുള്ള ബന്ധം ഞാൻ നാട്ടുകാരെ അറിയിക്കുമെന്ന് ദേവിയോട് പറഞ്ഞു. അതിനെന്റെ കയ്യിൽ തെളിവൊന്നുമില്ലാത്തത് കൊണ്ട് ഞാനും ദേവിയും തമ്മിലുള്ള ബന്ധം മൃദുലയും എടുത്ത് പ്രയോഗിക്കും. അത്രയും കേട്ടപ്പോൾ ദേവിക്ക് അടിപതറി. നാട്ടുകാരുടെ മുന്നിൽ അവളുടെ പേര് കൂടി വലിച്ചിഴക്കപ്പെടില്ലേ? ജയരാമൻ ചിരിച്ചു. മൃദുലയെ ഒഴിവാക്കരുതെന്ന് അവൾ അപേക്ഷിച്ചു. പകരം ഞാൻ ചോദിച്ചത് നിങ്ങളുടെ വിവാഹമാണ്. മൃദുലയ്ക്ക് ഒരു മാനഹാനിയും സംഭവിക്കില്ലെന്നും എന്നും അവൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പിൽ ദേവി നീയുമായുള്ള രജിസ്റ്റർ മാരേജിന് സമ്മതിച്ചു. എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്? വിനീൻ മാഷിന്റെ ഉള്ളു കുളിർന്നു. സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല. ജയരാമൻ വിനീൻ മാഷിന്റെ ഗ്ലാസ്സിൽ റമ്മൊഴിച്ചു. പേരിന് വെള്ളം ചേർത്തു. ജയരാമന്റെ മുഖത്തായിരുന്നു വിനീൻ മാഷിന്റെ നോട്ടം. അവനെ വിളിച്ചു വരുത്തി നാട്ടുകാരനെ മുന്നിൽ വെച്ച് നാണം കെടുത്തി തിരിച്ചയക്കണം. അതിനൊരു സാധ്യത ഒത്തുവന്നപ്പോഴാ ഇങ്ങനെയൊരു നാടകത്തിന് ഞാൻ തയ്യാറായത്. അതല്ലാതെ നാട്ടുകാരെ അറിയിക്കലല്ല. എന്താ സംഭവിക്കാൻ പോകുന്നത്? മഹിക്ക് ഒരു സിനിമാ നടിയുമായി അടുപ്പമുള്ള കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? അവൾ പ്രഗ്നന്റാ. പോരാത്തതിന് അവളുടെ മമ്മിയുടെ കയ്യിൽ നിന്ന് അവൻ 1.5 കോടിക്ക് പുറത്ത് പണം കടം വാങ്ങിയിട്ടുമുണ്ട്. സഞ്ജുവിന് അവളെ അറിയാം. ഇവനാളൊരു ചതിയനാണല്ലോ ജയരാമ. ആ, ആട്ടിൻതോലിട്ട ഇത്തരം ചെന്നായ്ക്കൾ വേറെയുമുണ്ട്, പെണ്ണിന്റെ മാനം തേടി നടക്കുന്നവർ. ജയരാമൻ ഗ്ലാസ് കയ്യിലെടുത്തപ്പോൾ വിനീൻ മാഷും എടുത്തു കഴിച്ചു. വിവാഹ നിശ്ചയത്തിന് അവൻ അണിഞ്ഞൊരുങ്ങി വന്ന് പന്തലിലിരിക്കുമ്പോൾ ആ സിനിമാക്കാരിയും ബന്ധുക്കളും രംഗത്ത് വരും. പിന്നെയുള്ള പൊരിച്ചിൽ ഞാൻ പറയേണ്ടല്ലോ. നാട്ടുകാരുടെ മുന്നിലൂടെ തലയും കുനിച്ച് അവൻ ഇറങ്ങിപ്പോകും. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? കൊള്ളാം ജയരാമ, വിനീൻ മാഷ് ഹൃദയം തുറന്ന് അഭിനന്ദിച്ചു. ഇതുകൊണ്ട് എൻ്റെ മോൾക്കൊരു നാണക്കേടും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാലുടൻ ഞാൻ തൃത്താലയ്ക്ക് പോകും. അവിടെ ഒരു വീട് ഒത്തുവന്നിട്ടുണ്ട്. മൃദുലയെ സഞ്ജുവിൻ്റെ ബന്ധുക്കൾ അംഗീകരിക്കുമോ? വിനീൻ മാഷ് ജിജ്ഞാസയോടെ ചോദിച്ചു. ചാരുത ഒന്നും അറിയരുതെന്ന് ഞാൻ അമ്മുവിനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മുവിന് മെഡിസിന് ചേർത്താൽ 5 വർഷം കഴിഞ്ഞു പോവില്ലേ? പിന്നെ PG. അപ്പോഴേക്കും എല്ലാം ഒന്ന് തണുക്കും. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, സഞ്ജു അവളെ വേണ്ടെന്ന് വെക്കില്ല.
നീ പറഞ്ഞപ്പോഴാ എന്റെ കണ്ണു തുറന്നത്. മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിലും കുട്ടികളുടെ അമ്മയായി അവൾ കൂടെ ഉണ്ടാവണം. ലഹരി പിടിച്ച് വിനീൻ മാഷ് കസേരയിലേക്ക് ചാരിയിരുന്നു. ഇപ്പോൾ നിനക്ക് എന്നോടുള്ള നീരസമുഖം മാറിയോ? കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയ വിനീൻ മാഷിനെ നോക്കി ജയരാമൻ ചോദിച്ചു. നീ എൻ്റെ ആത്മസുഹൃത്തല്ലേടാ. നീ അത് പറയാതിരുന്നപ്പോൾ വിഷമം തോന്നി എന്നത് നേരാ. ഭദ്രൻ വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യം അറിയുന്നത്. കുഴഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. ആത്മസുഹൃത്ത്, എത്ര അർത്ഥശൂന്യമായ പദം. സുഹൃത്തിൻ്റെ ഭാര്യ പലർക്കും പെങ്ങളെപ്പോലെയാണ്. ഭർത്താവ് കൂടെയുള്ളപ്പോഴാണെന്ന് മാത്രം. അവളെ വിളിക്കുന്നത് പോലും പെങ്ങളെ എന്നാവും. ഭർത്താവ് മരണപ്പെടുകയോ വിദേശത്ത് പോവുകയോ ചെയ്താൽ ആത്മസുഹൃത്തിൻ്റെ തനിനിറം മാറും. സഹായങ്ങൾക്ക് കണക്കു പറയും. വിധവയായി തീരുന്ന സ്ത്രീയാണ് ഭർത്താവിൻ്റെ ആത്മസുഹൃത്തിൻ്റെ തനിസ്വരൂപം പിന്നീട് തിരിച്ചറിയുന്നത്. കുടുംബം പോറ്റാൻ മറുനാട്ടിൽ പോയ എന്നോട് കൊലച്ചതി ചെയ്തവനാ നീ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന കാര്യം പോലും നീ മറന്നു. ജയരാമൻ നിന്നെ വെറുതെ വിടില്ലടാ. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് സുരക്ഷിതമായൊരു തുരുത്തിൽ ചെന്ന് എത്തട്ടെ. എന്നിട്ട് ഇതുപോലൊരു രാത്രി നിന്നെ സൽക്കരിക്കാൻ ഞാൻ വരും. ജയരാമൻ്റെ സെല്ല് റിങ് ചെയ്തു. കണ്ണുകൾ തുറന്ന വിനീൻ മാഷ് പോക്കറ്റിൽ കൈയിട്ട് പരുതി. കോൾ വന്നത് ജയരാമനാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ കണ്ണുകൾ അടച്ചു. കഴുത്തടിഞ്ഞതുപോലെ കസേരയിൽ കിടന്നു. അമൃതയുടെ കോളായിരുന്നു വന്നത്. അച്ഛൻ ഉടനെ എത്തും. അത്രയും പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്തു. ഒരു ഫുൾ തീരാൻ ഇനി കുറച്ചു മദ്യം കൂടിയേ. ജയരാമൻ എഴുന്നേറ്റ് അയാളുടെ അടുത്ത് വന്നു നിന്നു. പിന്നെ അയാളുടെ പോക്കറ്റിൽ നിന്ന് തല നീട്ടിയിരിക്കുന്ന കടലാസ് ജയരാമൻ കണ്ടു. വിനിയ, ഞാൻ ഇറങ്ങട്ടെ. അവൾ എൻ്റെ മോഹ. വിനീൻ മാഷ് പിറുപിറുത്തു. ജയരാമൻ അയാളുടെ പോക്കറ്റിൽ കിടന്ന കടലാസ് പുറത്തെടുത്തു. അയാളത് നിവർത്തി വായിച്ചു. കണ്ണുകളിൽ ഇരുട്ട് നിറയുന്നത് പോലെ ജയരാമന് തോന്നി. 3 പേജുകളിലായി അയാൾ എഴുതി വെച്ചത് മുഴുവനും ജയരാമൻ വായിച്ചു. കത്ത് മൃദുലയ്ക്ക് കൈമാറാനാണ് അവൻ ഇറങ്ങിയത്. ഏറ്റവും വലിയ ചതിയൻ ഇവൻ തന്നെയാണ്. ഒറ്റ ചവിട്ടിന് അയാളുടെ നെഞ്ചിൻ കൂട് തകർക്കാൻ ജയരാമന്റെ കാൽ പെരുത്തു. ജയരാമൻ ആ കടലാസുകൾ മടക്കി വിനീൻ മാഷിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ തിരികെ വെച്ചു. ഇനി നീ അത് പുറത്തെടുക്കില്ല, എനിക്കറിയാം. അയാൾ ഇറങ്ങിപ്പോയി. രാവിലെ ഒരു മിനി ലോറി ജയരാമന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്ന് പന്തലിടാനുള്ള സാധന സാമഗ്രികൾ പുറത്തിറക്കി. മണിക്കൂറുകൾക്കുള്ളിൽ ജയരാമന്റെ വീട്ടുമുറ്റത്ത് പന്തലുയർന്നു. 1 മണി കഴിഞ്ഞപ്പോൾ വിനീൻ മാഷ് കയറി വന്നു. ജയരാമൻ അയാളെ മുറ്റത്തെ പന്തലിൽ സ്വീകരിച്ചിരുത്തി. നീ ഇതുവരെ കിടന്നുറക്കമായിരുന്നോ? ജയരാമൻ ചോദിച്ചു. ഇന്ന് അവധിയല്ലേ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കിടന്നു. ഇന്നലെ നല്ല കഴിപ്പായിരുന്നു. വിനീൻ മാഷ് ചിരിച്ചു. രാവിലെ മഹി വന്നിട്ട് പോയി. ഇതുവരെ അവനൊരു സംശയവും തോന്നിയിട്ടില്ല. അവനെങ്ങനെ അറിയാനാ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? അറിയാവുന്നത് നമ്മൾ 5 പേർക്കാ. എനിക്കും നിനക്കും അമ്മൂനും സഞ്ജുവിനും പിന്നെ ദേവിക്കും. മൃദുലയുടെ കാതിനെ ഭയന്ന് ഞാനും മോളും ഇതേപ്പറ്റി ഒരക്ഷരം വീട്ടിൽ വെച്ച് സംസാരിക്കാറില്ല. അവൾക്കിത് കൊണ്ട് ദോഷം വരില്ലെങ്കിലും മഹിയോട് പറഞ്ഞാൽ പണി പാളില്ലേ? ഒച്ച താഴ്ത്തി ജയരാമൻ പറഞ്ഞു. അവൻ നാളെ വലയിൽ വീഴും. നീ ഇപ്പോഴും ഒരു മണ്ടനാണെന്ന അവന്റെ വിചാരം. അവന്റെ മാത്രമല്ല, ജയരാമൻ തിരുത്തി. മൃദുലയൊന്നും അറിയാതെ പോകട്ടെ. പുതിയ സ്ഥലത്തെത്തിയ ശേഷം അവളോട് സംസാരിച്ചാൽ മതി. ജയരാമൻ മൂളി. വിവാഹത്തിന് മുമ്പ് ആ സിനിമാ നടി എത്തുമെന്ന് ഉറപ്പാണോ? സഞ്ജുവല്ലേ അതേറ്റിരിക്കുന്നത്? മഹി ഇപ്പോൾ ഒളിവില. അവന്റെ താമസസ്ഥലം അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അവർ ഒരു സംഘം തന്നെ ഇങ്ങ് പോരും. എങ്കിൽ സദ്യവട്ടങ്ങളുടെ ആവശ്യമുണ്ടോ? വെറുതെ അതിനു വേണ്ടി കാശ് കളയണോ? ജയരാമൻ അനുകൂലിച്ചു. തിങ്കളാഴ്ച വിനയൻ ലീവ് എടുക്കണം. അന്ന് നമുക്ക് തൃത്താല ചെന്ന് വീടിന് അഡ്വാൻസ് കൊടുക്കണം. അന്ന് തന്നെ ഏറ്റവും അടുത്ത ദിവസം നോക്കി വിവാഹ മുഹൂർത്തത്തിന് ദിവസം കുറിക്കണം. രജിസ്റ്റർ മാരേജ് മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ വെച്ചൊരു താലികേട്ട ദേവി ആഗ്രഹിക്കുന്നത്. അതിന്റെ തീരുമാനം നിനക്ക് വിടുന്നു. അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. വിനീൻ മാഷിന് ചിന്തിക്കാൻ ഒന്നും ഉണ്ടായില്ല. നിറഞ്ഞ മനസ്സോടെ വിനീൻ മാഷ് തിരിച്ചുപോയി. അന്ന് അവധി ദിവസമായതിനാൽ ദേവി പാർവതിക്ക് പിടിപ്പത് പണിയായിരുന്നു. മുറി അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോൾ ഭാരതിയമ്മ വാതിൽക്കൽ വന്നു. അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ടോ? പൊടിയടിച്ചാൽ മതി, തുമ്മാൻ തുടങ്ങും. മൂക്കും വായും മറച്ചു കെട്ടിയിരുന്ന ഷാൾ താഴ്ത്തി ദേവി പാർവതി ചുണ്ടിയെടുത്തു. ആ മാഷ് വന്നിട്ടുണ്ട്. ഏത് മാഷ്? ജയരാമന്റെ കൂട്ടുകാരൻ മാഷ്. നിന്നെ ഒന്ന് കാണണമെന്ന്. അയാൾ എന്തിനാ എന്നെ കാണാൻ വരുന്നത്? വൃത്തികെട്ടവൻ.
അവൾക്ക് അരിശം വന്നു. നീ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. പൂമുഖത്ത് കയറിയിരിക്കയാള്. ചൂല നിലത്തിട്ട് ദേവി പാർവതി മുഖത്തെ കെട്ടഴിച്ചു. മൃദുലയുമായുള്ള അയാളുടെ ബന്ധത്തെപ്പറ്റി രാമേട്ടനിൽ നിന്ന് അറിഞ്ഞതു മുതൽ അറപ്പാണ് അയാളോട്. ഭദ്രേട്ടൻ കൂടെയുണ്ടോ? ഇല്ല. ഭാരതിയമ്മ അവിടെ നിന്ന് പോയി. സാരിക്കുത്തഴിച്ചിട്ട് ദേവി പാർവതി ഹാൾ കടന്ന് പൂമുഖത്തേക്ക് വന്നു. പത്രം നിവർത്തി ചാരുപടിയിൽ വിനീൻ മാഷ് ഇരിപ്പുണ്ടായിരുന്നു. അവളെ നോക്കി അയാൾ ഹൃദ്യമായെന്ന് ചിരിച്ചു. അവൾക്ക് ചിരിയൊന്നും വന്നില്ല. ദേവി എന്തോ തിരക്കിട്ട പണിയിലാണെന്ന് തോന്നുന്നു. അതെ, ശനിയും ഞായറുമല്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റൂ. ആട്ടെ, മാഷ് എന്താ വന്നത്? അളന്നു കുറിച്ച ചോദ്യമായിരുന്നു അത്. പിന്നെ ജയരാമൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് എന്നോടെല്ലാം പറഞ്ഞു. പ്രണയിച്ചിരി അയാളുടെ മുഖത്ത് വിരിഞ്ഞു. എന്ത് പറഞ്ഞെന്ന് മാഷ് പറയണത്? വിനയൻ മാഷിന്റെ മുഖം പെട്ടെന്ന് വിളറി. ദേവി വിവാഹത്തിന് സമ്മതിച്ചെന്ന് അത് രാമേട്ടനാണോ തീരുമാനിക്കുന്നത്? ഞാൻ ആരുമായിട്ടും വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. വിനയൻ മാഷിന്റെ ഉള്ളിലൊരു ഞെട്ടലുണ്ടായി. ഇന്നലെ ജയരാമൻ ദേവിയെ കാണാൻ വന്നെന്ന് എന്നോട് പറഞ്ഞല്ലോ. ഇവിടെ രാമേട്ടൻ വന്നിട്ടില്ല. അയാൾ നെറ്റിച്ചൊളിച്ചു. ദേവി തമാശ പറയുകയാണോ? ഞാൻ എന്തിനു മാഷിനോട് തമാശ പറയണം? രാമേട്ടൻ ആളൊരു ശുദ്ധനാ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനതിന് ഒരുക്കമല്ല. രാമേട്ടനോട് ഞാനത് തീർത്തു പറഞ്ഞതാണല്ലോ. വിനീൻ മാഷ് എഴുന്നേറ്റു. ഓ, ഞാനൊരു രണ്ടാം കെട്ടുകാരൻ ആയതുകൊണ്ടാവും. ദേവിയും 40 അടുക്കുന്നു. അക്കാര്യം മറന്നു കളയണ്ട. പരിഹാസത്തിന് മുനവെച്ച് അയാൾ പറഞ്ഞു. ദേവി പാർവതിയുടെ മനസ്സെരിഞ്ഞു. ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലല്ലേ അതേപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. ഇനി ചിന്തിച്ചാൽ തന്നെ അയാൾ 60കാരനാണെങ്കിൽ പോലും നിങ്ങളെപ്പോലൊരാളെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. അപമാനം കൊണ്ട് വിനയൻ മാഷ് ചുട്ടുപഴുത്തു. എനിക്കെന്താ താൻ കാണുന്ന കുഴപ്പം? ദേവി പാർവതിയുടെ ചുണ്ടിൽ പരിഹാസസ്മിതം മിന്നി. ഈയിടെ ഞാൻ നിങ്ങളുടെ ആദ്യ ഭാര്യയെ കണ്ടു, ജലജ ടീച്ചറെ. വിനയൻ മാഷ് തുള്ളി വിറച്ചുപോയി. നിങ്ങളുമായുള്ള ബന്ധം എന്തിനവർ അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞു. കൂട്ടുകാരൻ്റെ ഭാര്യയുമായിട്ടുള്ള വഴിവിട്ട ബന്ധം. ശിരസിൽ ഒരു ശിലാഖണ്ഡം വന്ന് പതിച്ചതുപോലെ വിനയൻ മാഷിന് തോന്നി. ജയരാമന്റെ ജീവിതത്തിലെ ശരിക്കുള്ള വില്ലൻ നിങ്ങളാ. നിങ്ങളോട് ഇതൊന്നും പറയണമെന്ന് ഞാൻ കരുതിയതല്ല. ഇനി ഇങ്ങനെയൊരു ആവശ്യവും പറഞ്ഞ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരാതിരിക്കാനാ പറഞ്ഞു പോയത്, ദേവി പാർവതി പറഞ്ഞു. വിനയൻ മാഷ് പകയോടെ ദേവി പാർവതിയെ തുറച്ചു നോക്കി. മനസ്സിൽ കടലിരമ്പിക്കൊണ്ടിരുന്നു. അപ്പോ അവൻ കൂടി അറിഞ്ഞു വെച്ചാണല്ലേ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കിയത്? പല്ലുകൾക്കിടയിൽ നിന്ന് ഞെരിഞ്ഞ വാക്കുകൾ പുറത്തു വന്നു. ഇതുവരെ ഞാൻ ഈ വിവരം രാമേട്ടനോട് പറഞ്ഞിട്ടില്ല. പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കാഞ്ഞിട്ടാ. ആ മനുഷ്യൻ നിങ്ങളെ അതിരറ്റി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ ആണിക്കല്ല് പറിച്ചത് നിങ്ങളാണെന്നറിഞ്ഞാൽ രാമേട്ടനത് താങ്ങാൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങളെ കൊന്നുകളഞ്ഞെന്നും വരും. എന്തിന് ഞാനായിട്ട് ആ മനുഷ്യൻ്റെ സ്വസ്ഥത നശിപ്പിക്കണം? ഇതറിഞ്ഞിട്ട് കാര്യമില്ല. മൃദുല എന്തായാലും പിഴച്ചുപോയി. ഇനി ഒരാളായാലെന്ത്, അതിൽ കൂടുതലായാലെന്ത്? അവളോട് ക്ഷമിക്കാനുള്ള മനസ്സ് രാമേട്ടനുണ്ടായി. ആ പെൺകുട്ടികൾക്ക് ഒരമ്മ കൂടിയേ തീരൂ. അവർ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കട്ടെ. പക്ഷേ ആ പാവം മനുഷ്യനോട് നിങ്ങൾ ചെയ്ത കൊടുംചതിക്ക് ദൈവം മാപ്പ് തരില്ല. വിനയൻ മാഷ് പൂമുഖത്ത് നിന്ന് മുറ്റത്തിറങ്ങി ധൃതിയിൽ നടന്നു മറിഞ്ഞു. ഭാരതിയമ്മ പരിഭ്രമത്തോടെ അങ്ങോട്ട് വന്നു. എന്തൊക്കെയാ കുട്ടി ഞാനീ കേൾക്കുന്നത്? അയാളുമായി എൻ്റെ വിവാഹം നടത്താനാ ഭദ്രേട്ടൻ ഉത്സാഹിക്കണത്. എനിക്ക് പുരുഷന്മാരെ മനസ്സിലാവണില്ല അമ്മേ. ഒന്നുകിൽ പമ്പര വിഡ്ഢികൾ, അല്ലെങ്കിൽ അങ്ങേയറ്റം വൃത്തികെട്ടവന്മാർ. അയാളുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചെന്നല്ലേ ജയരാമൻ ചെന്ന് പറഞ്ഞത്? രാമേട്ടൻ എന്തിനങ്ങനെയൊരു കള്ളം പറഞ്ഞെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അയാളെ തിരിച്ചറിഞ്ഞിട്ടും എനിക്കത് രാമേട്ടനോട് ചോദിച്ചേ പറ്റൂ. ദേവി പാർവതി മുറിയിൽ ചെന്ന് സെല്ലെടുത്ത് ജയരാമന്റെ നമ്പറിലേക്ക് വിളിച്ചു. വീടിന്റെ പിൻഭാഗത്ത് ടാർപോളിൻ വലിച്ചു കെട്ടുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ജയരാമൻ. സെല്ല് റിങ് ചെയ്തപ്പോൾ കയ്യിലിരുന്ന കയർ വിട്ടിട്ട് അയാൾ ഫോൺ എടുത്തു. ദേവി പാർവതിയുടെ കോൾ കണ്ട് അയാൾ മാറി നിന്നു. എന്താ ദേവി? ദേവി പാർവതിയുടെ വാക്കുകൾ കാതിൽ വീണപ്പോൾ ജയരാമന് ഉൾക്കിടലമുണ്ടായി. അവൻ നേരെ അങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്തിന് രാമേട്ടൻ അത് പറയാൻ പോയി? അവനെ ഒന്ന് അടക്കി നിർത്തണമെന്നേ ഞാൻ കരുതിയുള്ളൂ. ഗോപാൽജി സാറ് എന്നോടത് പറഞ്ഞത്. വിവാഹ നിശ്ചയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിനയൻ അറിയില്ലേ? ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അവൻ മൃദുലയെ അറിയിക്കുമായിരുന്നു.
വിനയൻ മാഷ് മൃദുലേക്ക് എഴുതി പോക്കറ്റിൽ സൂക്ഷിച്ച കത്തിന്റെ കാര്യം ജയരാമൻ പറഞ്ഞു. എന്റെ ഈശ്വര, ഞാനിത് വല്ലതും അറിഞ്ഞോ? അയാളും മൃദുലയും തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞതായി പറയുകയും ചെയ്തു. എന്തിനാ ദേവി അത് പറയാൻ പോയത്? അയാൾ എന്റെ പിന്നാലെ വരരുത്. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. രാമേട്ടൻ അറിഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞില്ല. ജലജ ടീച്ചറെ ഞാൻ കണ്ടതാ പറഞ്ഞത്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ദേവി വെച്ചു. ജയരാമൻ സംസാരം അവസാനിപ്പിച്ചു. അയാൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ താഴെ അമൃതയെ കണ്ടില്ല. കിച്ചണിൽ മൃദുലയുടെയും അടുത്ത വീട്ടിലെ സ്ത്രീകളുടെയും സംസാരം കേട്ടു. അയാൾ അമൃതയുടെ മുറിയുടെ മുന്നിലെത്തി. അടച്ചിരുന്ന വാതിൽ അയാൾ തട്ടി. അമൃത വാതിൽ തുറന്നു. എന്താ അച്ഛാ? അയാൾ അകത്ത് കയറി വാതിലടച്ചു. നമ്മൾ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ഒരു ശത്രുവുണ്ട്. അതാ മറ്റാരുമല്ല, വിനയൻ. അച്ഛൻ എന്താ പറയുന്നത്? വിനയൻ അങ്കിളോ? മോളിപ്പോ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. നാളെ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം വിനയൻ തകർക്കും. മൃദുലയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ വിനയൻ ഒരു നീക്കം നടത്തുന്നുണ്ട്. അത് തടയണം. അവളുടെ കണ്ണു വെട്ടിച്ച് സിം കാർഡ് നശിപ്പിക്കണം. ഒരു വിധത്തിലും വിനയൻ മൃദുലയുമായി കോണ്ടാക്ട് ചെയ്യരുത്. മൃദുലയ്ക്ക് മറ്റാരെങ്കിലും കത്ത് കൈമാറാൻ ശ്രമിച്ചാൽ അതും തടയണം. വിനയൻ ചിലപ്പോൾ കത്തെഴുതി അയൽ വീട്ടിലെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടും. കാര്യം എന്താണെന്ന് അച്ഛൻ വ്യക്തമായി പറയണം. അമൃത പകച്ചു നിന്നു. വിനയൻ ചതിയനാണ്. ദേവിയുടെ വീട്ടിൽ അവൻ പോയിരുന്നു. അവൾ അധിക്ഷേപിച്ച് പറഞ്ഞു വിട്ടു. അതിൻ്റെ പകയെ അവന് നമ്മളോട്. നമ്മുടെ പദ്ധതി പൊളിക്കുമെന്ന് അവൻ ദേവിയോട് പറഞ്ഞത്രേ. ദേവി ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ദേവി ചെറിയമ്മയെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയണ്ട. എന്തെങ്കിലും കാര്യം അച്ഛനുണ്ടോ? സഞ്ജുവിന് അയാളെ തീരെ താല്പര്യമില്ലായിരുന്നു. ലോട്ടറിയുടെ കാര്യം പോലും വിനയൻ അങ്കിളിനോട് പറയണ്ടെന്ന സഞ്ജു എന്നോട് പറഞ്ഞത്. അച്ഛൻ അതും പറഞ്ഞു. ഇനി കുറ്റപ്പെടുത്തി സമയം കളയാൻ പറ്റില്ല. നീ താഴേക്ക് ചെല്ല്. അമൃത വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. വിനയന് ഇനി ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. ദേവിയിൽ നിന്ന് ഞാനതറിയുമെന്ന് അവന് ഊഹിക്കാവുന്നതേയുള്ളൂ. നോവിച്ചു വിട്ട പാമ്പാണവൻ. മഹിയെ തേടി അവൻ പോകാനാണ് സാധ്യത കൂടുതൽ. ആരാ നിന്നോടിത് പറഞ്ഞത്? ജയന്തൻ സോനുവിനെ നോക്കി. അവൾക്ക് കരയാനല്ലാതെ ശബ്ദിക്കാനായില്ല. ഡയറക്ടർ അജയ് ദേവുസ രാവിലെ അവളെ വിളിച്ചത്. നാട്ടിലേതോ പെണ്ണുമായിട്ട് മഹിയുടെ വിവാഹ നിശ്ചയം നാളെയാണെന്ന് ഭാമിനി പറഞ്ഞു. അവൻ അയാളെ ക്ഷണിച്ചതാണോ? അല്ല. അവന്റെ നീക്കം അന്വേഷിക്കാൻ അജിസാർ ഒരാളെ അയച്ചു. നാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞ അറിവാ. മഹിയുടെ വീട്ടിൽ പോയെങ്കിലും അവിടെ ആരുമില്ലെന്നാ പറഞ്ഞത്. ചിലപ്പോൾ വാതിൽ തുറക്കാത്തതാവും. അവനെപ്പറ്റി വിവരങ്ങൾ തരുന്ന ആ പയ്യനെ വിളിച്ചില്ലേ? അവനെ ഫോണിൽ കിട്ടുന്നില്ല. സത്യം എന്താണെന്ന് അറിയണം ജയന്ത. ജയന്തൻ എഴുന്നേറ്റ് ഹാളിലൂടെ ഒരു ശാൽ നടന്നു. സംഗതി സത്യമാണെങ്കിൽ നമുക്കത് ഗുണം ചെയ്യും. കെട്ടുന്ന പെണ്ണിന്റെ കെട്ടുതാലി വിറ്റിട്ടാണെങ്കിലും കുറച്ച് പണം തിരിച്ചു കിട്ടും. അവൻ അതിന് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ ഇങ്ങനെയൊരു ലക്ഷ്യം വെച്ചിട്ടാവും. അയാൾ പറഞ്ഞു. അവൻ ചെന്ന് കയറുന്നത് നല്ല ആസ്തിയുള്ള ഏതെങ്കിലും കുടുംബത്തിലാവും. നമുക്ക് അതൊരു പിടിവള്ളി തന്നെയാണ്. ഭാമിനി പ്രത്യാശ പ്രകടിപ്പിച്ചു. ആ പെണ്ണിന്റെ ദുർവിധി. അവൻ അവളെ കൊണ്ട് നടന്ന് വിറ്റെന്നും വരും. ഭാമിനി മുഖം കുനിച്ചു. അറിഞ്ഞ സ്ഥിതിക്ക് അവനെ ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരാം. എല്ലാം ഞാൻ അറിയുന്നുണ്ടെന്ന് ഒരു തോന്നൽ അവനുണ്ടാവുന്നത് നല്ലതാ. സോനു എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. എന്താ നിന്റെ പരിപാടി? ഇതിവിടം കൊണ്ട് നിർത്താനാണോ? അതോ മോളെയും കൊണ്ട് വീണ്ടും സിനിമാ ഫീൽഡിൽ ഇറങ്ങാനോ? ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല ജയന്ത. അവൾ മാനസികമായി പൂർണ്ണമായും തകർന്നു പോകും. ചന്ദ്രദാസിന്റെ പുതിയ മൂവിയിൽ അവളെ വിളിച്ചിട്ടുണ്ട്. അവളുടെ മനസ്സിലേറ്റ ആഘാതങ്ങൾ ഇല്ലാതാവാൻ സിനിമയ്ക്കേ കഴിയൂ. ഭാമിനിയെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ഭാമിനി മൃദുവായി കണ്ണുകൾ ഒപ്പി. ജയന്തൻ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ കാറിനടുത്ത് 4 പേർ നിൽപ്പുണ്ടായിരുന്നു. കയറ്. തൃശൂർ പാലക്കാട് റൂട്ട് വരെ ഒന്ന് പോണം. ജയന്തൻ ഡോർ തുറന്നു. മുന്നിൽ കയറി. മറ്റുള്ളവർ പിന്നിലും. സെക്യൂരിറ്റിക്കാരൻ തുറന്നുകൊടുത്ത ഗേറ്റിലൂടെ XUV പുറത്തേക്ക് നീങ്ങി. രാത്രി. മഹിയുടെ വീട്ടിൽ നാളത്തെ വിവാഹ നിശ്ചയത്തിന്റെ ചർച്ചയായിരുന്നു. മഞ്ജുവും ഭർത്താവ് രമേശനും എത്തിയിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. കണക്കെടുത്ത് വന്നപ്പോൾ 75ഓളം പേരായി. ജയരാമനെ അത് അറിയിക്കണ്ടേ? മണിയമ്മ ചോദിച്ചു. അതൊരു കൂടുതലൊന്നുമല്ല അമ്മായി. സദ്യയുടെ കാര്യത്തിൽ നമ്മൾ എന്തിന് ടെൻഷനാവണം? നമ്മൾ ചെക്കൻ കൂട്ടരാ. ആദ്യം ഇല വയ്ക്കുന്നത് നമ്മുടെ കൂട്ടർക്കാ. മഞ്ജു മോതിരയും വളയും എടുത്ത് ഈട് നോക്കുകയായിരുന്നു. ഇത് രണ്ടും എത്ര പവനുണ്ടാ മഹി? 4.5 പുറത്തു വരും.
മുക്കുവണ്ടത്തിന്റെ തൂക്കം ഒരു മതിപ്പ് വെച്ച് മഹി പറഞ്ഞു. നീ എന്തിനാടാ ഞങ്ങളെ ഒളിപ്പിക്കുന്നത്? 5.5 പവനിൽ കുറയാതെ വരും. 30 കോടിയുടെ ലോട്ടറി അല്ലേ അളിയാ അയാൾക്ക് അടിച്ചത്? 15 കോടി അളിയനാ. അത് ഉടനെ അളിയന്റെ കയ്യിൽ വരില്ലേലും കുറച്ചു പണം ചോദിക്കണം, സതീശൻ പ്രേരിപ്പിച്ചു. അവൻ അതൊന്നും ചോദിക്കില്ല രമേശ. അവള് മിടുക്കിയ, അവൾ മതി ജയരാമന്റെ കയ്യിൽ നിന്ന് അവകാശപ്പെട്ടത് വാങ്ങാൻ. കല്യാണം കഴിഞ്ഞാൽ ആ വീട് അമ്മൂന് വിട്ടുകൊടുക്കാമെന്ന് ജയരാമൻ പറഞ്ഞിട്ടുണ്ട്. അവനും കുടുംബവും ഗുരുവായൂർക്ക് പോയാൽ ഞങ്ങൾ അങ്ങോട്ട് താമസം മാറും. മണിയമ്മയുടെ മുഖത്ത് സന്തോഷം തിരതല്ലി. അത് കൊള്ളാം അമ്മായി. ഞങ്ങൾക്ക് ഈ വീടും 10 സെന്റ് ഭൂമിയും വിറ്റിട്ട് വേണം വീട് പണി തീർക്കാൻ. അത് നടക്കില്ല രമേശൻ ചേട്ടാ. മഹി മനസ്സുവെച്ച വീട് പണി തീർക്കാനാണോ പ്രയാസം? മഞ്ജു അവനെ നോക്കി. റോഡിലൊരു വാഹനം വന്നു നിൽക്കുന്നത് മഹേഷ് കണ്ടു. അതിന്റെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. മഹേഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഏതാനും പേർ ഇറങ്ങുന്നത് അവ്യക്തമായി കണ്ടു. സിനിമാക്കാര് വല്ലതുമാണോ? രമേശനും എഴുന്നേറ്റു. മുറ്റത്തേക്ക് കയറി വന്ന ആളെ കണ്ട് മഹേഷിന്റെ നെഞ്ചു പിടച്ചു. വരാന്തയിലിരുന്ന മഞ്ജുവും മണിയമ്മയും എഴുന്നേറ്റ് ഒതുങ്ങി വന്നു. ജയന്തൻ പാൻസിന്റെ പോക്കറ്റിൽ കൈകൾ കയറ്റി മുറ്റത്ത് തന്നെ നിന്നു. മഹേഷ് ഇറങ്ങിച്ചെന്നു. എന്താ സാർ ഈ നേരത്ത്? ഏത് സമയത്തും നിന്നെ തേടി വരാൻ എനിക്ക് അവകാശമുണ്ട്. അതിന് പകലെന്നോ രാത്രിയെന്നോ ഇല്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് തീരും വരെ അത് പ്രതീക്ഷിക്കാം. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഉറക്കെ ജയന്തൻ പറഞ്ഞു. രമേശൻ ഇറങ്ങി വന്നു. ആരാ മഹി? സാറു വാ. മഹേഷ് അയാളെ റോഡിലേക്ക് ക്ഷണിച്ചു. നാളെ നിന്റെ വിവാഹ നിശ്ചയമാണെന്ന് കേട്ടു. അതറിഞ്ഞാ ഞാൻ വന്നത്. മഹേഷിന് പതർച്ച തോന്നി. വളരെ ഗോപ്യമായി വെച്ച ഈ സത്യം അയാളുടെ കാതിൽ എങ്ങനെ എത്തി? ഞാൻ അറിഞ്ഞത് സത്യമാണോ അല്ലയോ? അതിനുത്തരം പറയടാ. സത്യമാണ്, മഹേഷ് പതുക്കെ പറഞ്ഞു. നിങ്ങൾ ആരാ വീട്ടിൽ കയറുമെന്ന് ഭീഷണിപ്പെടുത്താൻ? രമേശൻ എരിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതും ജയന്തൻ അയാളുടെ നെഞ്ചിൽ ശക്തിയോടെ കൈകൊണ്ട് തള്ളി. പോടാ. നെഞ്ചിൻ കൂട് പൊടിഞ്ഞ പോലെ രമേശന് തോന്നി. മണിയമ്മയും മഞ്ജുവും ഓടി വന്നു. ആരാടാ ഇയാള്? എന്താടാ നീ മിണ്ടാതെ നിൽക്കുന്നത്? പറഞ്ഞു കൊടുക്കടാ ഞാൻ ആരാണെന്ന്. അവൻ വാ തുറക്കില്ല. എനിക്ക് ഇവനുമായിട്ടുള്ള ഇടപാട് ഞാൻ പറയാം. വീട്ടുകാരു കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. 1.5 കോടി രൂപ ഇവൻ വാങ്ങിയിട്ടുണ്ട്. ബുധനാഴ്ച ഞാനത് തിരിച്ചു തരുമെന്ന് ഉറപ്പു പറഞ്ഞതല്ലേ? പിന്നെന്തിനാ നിങ്ങൾ വീണ്ടും അത് പറഞ്ഞു വന്നത്? മഹേഷ് ദേഷ്യപ്പെട്ടു. നിന്റെ വാക്കിൽ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട്, തരാൻ പറ്റുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാ ഞാനത് പറഞ്ഞത്. ബുധനാഴ്ച പണം അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ വാ. വീട്ടുകാർ കേട്ടല്ലോ അവൻ പറഞ്ഞത്, ജയന്തൻ എല്ലാവരോടുമായി പറഞ്ഞു. അവന്റെ ഒരു 1.5 കോടി. എന്റെ അളിയൻ 15 കോടിയുടെ ആസ്തിയുള്ളവനാ. അവനീ 1.5 കോടി പുല്ല. ഷോ കാണിക്കാതെ സ്ഥലം വിടാൻ നോക്ക്. രമേശൻ മുണ്ടു മടക്കി കുത്തി. 15 കോടിയുടെ ആസ്തിയുള്ളവൻ, ഒന്നാന്തര ഫ്രോഡായവൻ. നിങ്ങൾക്കൊന്നും ഇവനെപ്പറ്റി അറിയില്ല. കാശുണ്ടാക്കാനാ നീ ധൃതി പിടിച്ച് കെട്ടുന്നതെന്ന് എനിക്കറിയാമടാ. ഇതിനിടയിൽ നീ എന്നെ വരുത്തരുത്. ചൂണ്ടുവിരൽ ചലിപ്പിച്ച് ജയന്തൻ മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ എന്റെ മോനെപ്പറ്റി അനാവശ്യം പറയുന്നത്? മണിയമ്മ ചീറി. 30 കോടി രൂപ ഗൾഫിൽ ലോട്ടറി അടിച്ച ആളിന്റെ മോളെയാ എന്റെ മോൻ കെട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തരും. പ്രശ്നമുണ്ടാക്കാതെ പോകാൻ നോക്ക്. എന്താ അവന്റെ അമ്മയായി ഞാൻ പറഞ്ഞാൽ പോരെ? ജയന്തൻ തലയാട്ടി. നീ ആളൊരു ദേവേന്ദ്രൻ തന്നെ. മഹേഷിനെ അമർത്തിയൊന്ന് നോക്കിയിട്ട് ജയന്തൻ തിരിഞ്ഞു നടന്നു. അവർ കാറിൽ കയറി പോകുന്നത് വരെ മഹേഷ് അവിടെ നിന്നു. ഇതിനൊക്കെ എണ്ണി എണ്ണി ഞാൻ കണക്ക് തീർക്കപ്പെടാ, മഹേഷ് മനസ്സിൽ മന്ത്രിച്ചു. രമേശിനടുത്തു വന്നു. അളിയൻ അയാൾക്ക് കാശ് കൊടുക്കാനുണ്ടോ? പടത്തിന്റെ ഷൂട്ടിനു വേണ്ടി 1.5 കോടിക്കടുത്ത് അയാളിൽ നിന്ന് ഫിനാൻസ് സ്വീകരിച്ചു. ഇതൊക്കെ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളാ. എന്റെ ശത്രുക്കൾ ആരോ അയാളെ ഇറക്കിയതാ. മഹേഷ് ധൃതിയിൽ വീട്ടിലേക്ക് കയറിപ്പോയി. നാളത്തെ ചടങ്ങിനിടയിൽ അയാൾ കയറി വരാതിരുന്നാ മതി, മണിയമ്മ പ്രാർത്ഥന പോലെ പറഞ്ഞു. മകന്റെ പിന്നാലെ മണിയമ്മയും പോയി. നിന്റെ അനിയനെക്കുറിച്ച് നീ വലിയ വീമ്പൊക്കെ പറയുന്നതല്ലേ? ഇപ്പൊ കേട്ടില്ലേ അവൻ പടം പിടിക്കാൻ ഇറങ്ങിയത് എങ്ങനെയാന്ന്? ഇതുപോലെ പലരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയ. വെറുതെയല്ല അവൻ എന്നെ അടുപ്പിക്കാതിരുന്നത്. മഞ്ജു മിണ്ടിയില്ല. അവനെ അയാൾ വിളിച്ചത് ഫ്രോഡെന്ന്. അവൻ അത് കേട്ട് നിന്നതല്ലാതെ മിണ്ടിയോ? അവൻ പൊട്ടി നിൽക്കുക. കയ്യിലെ കാശ് തീർന്നിട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ചിരിക്കുകയാണെന്നാ അമ്മായി പറഞ്ഞത്. ഇന്നോവ കാറും പോയി, ഐഫോണും പോയി. ഇനിയുള്ള ആശ്രയം ജയരാമനാ.
കോടികളാ അവൻ ആളുകൾക്ക് കൊടുക്കാനുള്ളത്. 15 കോടിയുടെ ആസ്തിയുള്ള പെണ്ണിനെയാ അവൻ കെട്ടാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അവനോട് ചോദിച്ച് കിട്ടാൻ പോകുന്ന സഹായം നിങ്ങളായി കളയല്ലേ മനുഷ്യ. അയാളുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ പോയി. യാത്രക്കിടയിൽ ജയന്തൻ ഭാമിനിയുടെ സെല്ലിൽ വിളിച്ചു. അറിഞ്ഞത് സത്യമാ, നാളെ അവന്റെ വിവാഹ നിശ്ചയം നടക്കും. നമുക്ക് കാശ് കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്ന പൂച്ചയുടെ ജന്മം അവൻ്റേത്. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ തന്ത 30 കോടി ലോട്ടറി അടിച്ച ഗൾഫുകാരനോ? അയാളുടെ പേര് പറഞ്ഞോ? ഞാനതൊന്നും ചോദിച്ചില്ല. ആ വകയിൽ 15 കോടി അവന് കിട്ടുമെന്ന സംസാരത്തിൽ മനസ്സിലായത്. അവന്റെ തള്ളയും ബന്ധുക്കളും അത് തന്നെ പറയുന്നു. നിശ്ചയം കഴിഞ്ഞാൽ അവൻ അമ്മായിയപ്പന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കാശ് വാങ്ങിത്തരും. അല്ലെങ്കിൽ ഞാൻ ചെന്ന് വാങ്ങും. ജയന്തൻ ഫോൺ മറുചെവിയിലേക്ക് മാറ്റി. പോയെന്ന് കരുതിയ കാശ് തിരിച്ചു കിട്ടിയെന്ന് കരുതാം. ഞാൻ കോഴിക്കോടിന് പോകുക, നീ വെച്ചോ. ജയന്തൻ കോൾ കട്ട് ചെയ്തു. ഫോണും കയ്യിൽ പിടിച്ച് ഭാമിനി അങ്ങനെ തന്നെ നിന്നു. സോനു അടുത്തേക്ക് ചെന്നു. ഗൾഫുകാരന്റെ കാര്യം പറഞ്ഞതെന്താ മമ്മി? എന്തോ വലിയ ഗൂഢനീക്കം നടക്കാൻ പോകുന്നത് അവന്റെ വിവാഹ നിശ്ചയവുമല്ല. ജയന്തനിൽ നിന്ന് മനസ്സിലാക്കിയ വിവരങ്ങൾ ഭാമിനി അവൾക്ക് പങ്കുവച്ചു. സോനു പകച്ചു നിന്നു. 30 കോടി ഗൾഫിൽ വെച്ച് ലോട്ടറി അടിച്ച ജയരാമന്റെ കഥ സഞ്ജു പറഞ്ഞതല്ലേ? ഭാര്യയുമായുള്ള മഹിയുടെ ബന്ധം അറിഞ്ഞു വെച്ച് ജയരാമൻ മകളെ അവന് കൊടുക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മമ്മി. നീ സഞ്ജുവിനെ വിളിച്ചു നോക്ക്. സോനു മുറിയിലേക്ക് ഓടി. മഹിയെ അവർ കൊടുക്കുകയാണ്. തന്റെ പണം പോയത് തന്നെ. ഭാമിനി സെറ്റിയിലേക്ക് മലച്ചു. 6ാമത്തെ പെഗ്ഗും വിനീൻ മാഷ് കഴിച്ചു. കസേരയിലേക്ക് കുഴഞ്ഞ കൈകൾ താഴ്ത്തിയിട്ട് അയാൾ ഇരുന്നു. ദേവി പാർവതി ആ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയരാമന്റെ കാതിൽ അവൾ എത്തിച്ചിട്ടുണ്ടാവും. ജയരാമനോട് പറഞ്ഞിട്ടില്ലെന്ന് അവൾ തന്നോട് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഒരു സിനിമാ നടിയും വിവാഹ നിശ്ചയ സമയത്ത് ജയരാമന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. അവന്റെ വാക്ക് താൻ വിശ്വസിച്ചു പോയി. നിശ്ചയം മുടക്കാൻ വേണ്ടി ഒരു പെണ്ണും ഇവിടെ വന്ന് നാണം കെടില്ല. നാട്ടുകാരോട് എല്ലാം വിളിച്ചു കൂവുകയാണ് ജയരാമന്റെയും മകളുടെയും ഉദ്ദേശം. ആ വിളിച്ചു കൂവലിൽ തന്റെ പേരും ഉണ്ടാകും. മഹിയേക്കാൾ നാണം കെടാൻ പോകുന്നത് താനാണ്. മഹിയെപ്പോലൊരു പയ്യന് മഹിമ പറയാൻ ഒന്നുമില്ല. ജോലിയും കൂലിയുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. ആ നാട്ടുകാരൻ പോലുമല്ല അവൻ. അങ്ങനെയല്ല, പട്ടത്താണത് രാമനുണ്ണി മാഷിന്റെ മകൻ വിനയൻ. കഴിച്ച മദ്യത്തിന്റെ ലഹരിയൊക്കെ ആവിയായി വിനയൻ മാഷിന്റെ ശിരസിൽ നിന്ന് ഉയർന്നു പോയി. നാളെ ആ ചടങ്ങ് നടക്കരുത്. ബേറർ ബില്ല് കൊണ്ടുവന്ന് വെച്ചപ്പോൾ വിനയൻ മാഷ് പോക്കറ്റിൽ നിന്ന് പേഴ്സെടുത്തു. 500ന്റെ 2 നോട്ടുകൾ അയാൾ എടുത്തു വെച്ചു. ബില്ല് പേ ചെയ്ത് അയാൾ ബാറിന് പുറത്തു വന്നു. തൂണിൽ പിടിച്ച് കുറച്ചു നേരം നിന്നു. ഋഷിനാരദ മംഗലത്തെ ആളുകൾക്ക് വിനയൻ മാഷ് പ്രിയപ്പെട്ടവനാണ്. ഭാര്യ ഉപേക്ഷിച്ചു പോയ വേദനയിൽ അയാൾ മദ്യപിക്കും. അതിൽ അവർക്ക് സഹതാപവുമുണ്ട്. മറ്റൊരു പേരുദോഷവും വിനയൻ മാഷിനെ പറ്റി പറയാൻ അവർക്കില്ല. നാളെ വിനയൻ മാഷിന് വൃത്തികെട്ട മറ്റൊരു മുഖവുമുണ്ടെന്ന് അവർ പറയരുത്. ഒരു ഓട്ടോ വന്ന് നിന്നു. അതിൽ നിന്ന് 2 പേർ ഇറങ്ങി. അവർ ഓട്ടോ ചാർജ് കൊടുത്തപ്പോൾ വിനയൻ മാഷ് ഓട്ടോയുടെ അടുത്തേക്ക് ചെന്നു. എവിടെ പോകാനാ? ഓട്ടോക്കാരൻ ചോദിച്ചു. കണ്ണമ്പ്രയ്ക്ക്. കേറിക്കോ. വിനയൻ മാഷ് ഓട്ടോയിൽ കയറിയിരുന്നു. ഓട്ടോ വളഞ്ഞ് ബാറിന്റെ ഗേറ്റ് കടന്നു. സമയം എന്തായി? വിനയൻ മാഷ് ഡ്രൈവറോട് ചോദിച്ചു. 9 മണി. കണ്ണമ്പ്ര എവിടെയാ? ഭഗവതി ക്ഷേത്രത്തിനടുത്ത്. അവിടെ ഒരാളെ കണ്ട് ഒരു വിവരം പറയണം. അത് കഴിഞ്ഞ് എന്നെ ഋഷിനാരദ മംഗലത്ത് കൊണ്ടുവിടണം. ഓട്ടോക്കാരൻ തിരിഞ്ഞു. ബാറിൽ നിന്ന് അടിച്ചു പൂക്കുറ്റിയായി ഇറങ്ങിയോണ്ട് ചോദിക്കുക, കയ്യിൽ കാശുണ്ടോ? നല്ല ഓട്ടമുണ്ട്. വെറുതെ പുലിവാല് പിടിക്കാൻ വയ്യാത്തോണ്ടാ. വിനയൻ മാഷ് ഉറക്കെ ചിരിച്ചു. പുലിവാൽ എന്ന് പറയുന്നതല്ലാതെ അതിന്റെ അർത്ഥം എന്താന്ന് തനിക്കറിയോ? ആ, എല്ലാരും പറയുന്നത് ഞാനും പറഞ്ഞു. ഉറങ്ങിക്കിടന്ന പുലിയുടെ വാലിൽ അറിഞ്ഞും അറിയാതെയും പിടിക്കാം. പുലി കടിക്കാൻ തിരിയുമ്പോൾ വാലിനൊപ്പം നമ്മൾ തിരിയും. പിടിവിട്ടാൽ പുലി പിടിക്കും. വിടാതിരുന്നാൽ പുലിക്കൊന്നും ചെയ്യാനും പറ്റില്ല. കറക്കത്തോട് കറക്കം. ഞാനും ഒരു പുലിവാലിലായിപ്പോ. നിങ്ങളുടെ പണി എന്താ? ഞാനൊരു മാഷാടോ. ഓട്ടോ കൂലിയുടെ കാര്യത്തിൽ താൻ ടെൻഷൻ ആവണ്ട. പിന്നീട് സംസാരമൊന്നും ഉണ്ടായില്ല. കണ്ണമ്പ്ര ക്ഷേത്രം കഴിഞ്ഞപ്പോൾ മുന്നോട്ട് നീങ്ങിയിരുന്ന് വിനയൻ മാഷ് കൃത്യമായി വഴി പറഞ്ഞു. മഹേഷിന്റെ വീടിന്റെ മുന്നിൽ ഓട്ടോ നിന്നു. വിനയൻ ഓട്ടോയിൽ നിന്നിറങ്ങി. ഓട്ടോ തിരിച്ചിട്ടോ. ഒരു 5 മിനിറ്റ്.
ഓട്ടോ തിരിക്കാൻ പോയി. വിനീൻ മാഷ് ബാലൻസ് ചെയ്ത് റോഡിൽ കാലുറപ്പിച്ചു നിന്നു. മഹേഷും മറ്റൊരാളും വരാന്തയിൽ നിന്ന് നോക്കുന്നത് വിനീൻ മാഷ് കണ്ടു. ഇനി വിനീന്റെ കളി നിന്നെ വെച്ചാടാ. അയാൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ആരാ? മഹേഷിന്റെ ചോദ്യം വന്നു. ഞാനാ, വിനീൻ മാഷ്. നീ ഇങ്ങോട്ടൊന്ന് വാ. അടുത്ത ഭാഗം നാളെ.